എടോ, നമുക്കിന്നേ ഒരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാലോ? ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ഉമ്മാന്റെ റെസിപ്പിയാടോ. ഈ കറി ഉമ്മ ഉണ്ടാക്കുമ്പോഴേ ഞാൻ എങ്ങനെയെങ്കിലും മണം പിടിച്ച് അവിടെ എത്തൂട്ടോ. എത്തിയിട്ട് എത്ര ചോറ് കഴിക്കുന്നത് എനിക്ക് തന്നെ ഒരു ഊഹമില്ല. അത് തന്നെയല്ല, ചോറ് കഴിച്ചിട്ടും ഞാൻ ഈ കറി മാത്രം എടുത്ത് കഴിക്കാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാട്ടോ ഇത്. എനിക്ക് ഈ കടയിൽ നിന്നും പോയി ബീഫ് കഴിക്കുന്നതിനൊക്കെ കാളും ഇഷ്ടം ഈ കറി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലേ ഓളെ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ ഈ കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉറപ്പായിട്ടും ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. എടോ, ഇത് ഉണ്ടാക്കാനേ ആദ്യമേ ബീഫില് കുറച്ച് മസാല തേച്ച് ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ഒന്ന് വെച്ചേക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്, എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു എരിവിന് വേണ്ടി മാത്രം ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിന്റെ ആവശ്യം തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി മാറ്റി വെക്കാം. അതാണ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടേ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ആക്കാൻ വെച്ചാൽ മതിയാവും. ഇത് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 3 പച്ചമുളകും ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി അലിയും അത്യാവശ്യം ഒരു വലിയ പീസ് ഇഞ്ചി താണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് മിക്സിയുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി അങ്ങോട്ട് എടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് ചതച്ച് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഈ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പൊ നമുക്കൊരു കുക്കർ അങ്ങോട്ട് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടേ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യാട്ടോ ചേർക്കുന്നത്. ഈ നെയ്യൊക്കെ ചേർത്ത് ഈ കറി ഉണ്ടാക്കുമ്പോഴേ ഒരു പ്രത്യേക മണവും ഒരു രുചിയും ഒക്കെ ആട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഹോൾ സ്പൈസസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പീസ് പട്ടയും ഒരു 2 ഏലക്കയും ഒരു 2 ഗ്രാമ്പും 1 ടീസ്പൂണോളം വലിയ ജീരകവും ഒരു സ്റ്റാറും ഇട്ടിട്ടുണ്ട്. കൂടെ ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് ഈ സവാള ഒന്നും ഒരുപാട് വയണ്ട അങ്ങ് കളറൊന്നും മാറണ്ട. പ്രത്യേകിച്ച് നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വൈറ്റ് കളറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇതുപോലൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കുവേ ഇതിലേക്ക് ഞാനൊരു 20-25ഓളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് വലിയ കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ചെറിയ കുഞ്ഞുള്ളി അത് അങ്ങനെ തന്നെ അങ്ങ് ഇട്ടാൽ മതി. അതും കൂടെ ചേർത്തിട്ടേ ഇതൊന്ന് ട്രാൻസ്പെറന്റ് ആവുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഒരുപാടിട്ട് കളറൊന്നും മാറ്റണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ച ആ മിക്സും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് തേങ്ങ കഷ്ണങ്ങൾ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കുറച്ച് മാത്രം കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും അങ്ങോട്ട് ഇടുമ്പോഴേ ഇടയ്ക്ക് ഈ കറി കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ആ ഹോൾ സ്പൈസ് ഇട്ടതിന്റെ കൂടെ വേണമെങ്കിലും ഇത് ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഈ പച്ചമണ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ നമുക്ക് ഇതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് ഒരു മീഡിയം സൈസിലെ 2 തക്കാളി ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതുപോലെ ഒന്ന് അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒരുപാട് വെന്തുടയുന്നവരെ ഒന്നും നമുക്ക് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും. ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കേ നമ്മളിവിടെ മസാല തേച്ച് വെച്ചേക്കണം നമ്മുടെ ബീഫുകളൊക്കെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടേ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നല്ല ബലത്തിൽ തന്നെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അത്യാവശ്യം ഒന്ന് ബലം കൊടുത്ത് മിക്സ് ആക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നല്ലപോലെ ഇതുപോലെ ഒന്നങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ നമ്മൾ ഇതിനകത്ത് ഒരു സംഭവം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് മക്കളെ നമ്മുടെ പൊട്ടറ്റോ. ഇതിലേക്ക് നമ്മൾ പൊട്ടറ്റോ കൂടെ ചേർത്ത് കറി വെക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ഈ പൊട്ടറ്റോ കടിക്കുന്നതും ഒരു രുചിയാണ് ഈ കറി കഴിക്കും. ഈ പൊട്ടറ്റോ ഒക്കെ അധികം ആരെങ്കിലും ഈ ബീഫിൽ ചേർക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഉമ്മ ഇത് ചേർത്ത് കറി വെക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. എനിക്ക് എൻ്റെ ഉമ്മാന്റെ ഈ ബീഫ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പൊ ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ ഇതിലേക്ക് ഞാൻ 1 കപ്പോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ഗ്രേവിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം 1 കപ്പോളം വെള്ളം ഒന്ന് ചേർത്തിട്ടേ ഇത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം.
അപ്പം നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ചൊക്കെ വെള്ളം ചേർക്കാം. പിന്നെ ഈ ബീഫിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം ഗരം മസാലയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടേ വീണ്ടും ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടേ നമുക്കിനി കുക്കർ അടച്ചു വെച്ചേ ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരു 7 വിസിലൊക്കെ വേണം കേട്ടോ ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ആദ്യത്തെ വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി ഒരു 6 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കേൾപ്പിക്കണം കേട്ടോ. അപ്പോഴേക്കും ഈ അടിപൊളിയായിട്ട് കറി വെന്തിട്ടുണ്ടാവും. അതാണ്ട് ഇപ്പോൾ ഒരു 7 വിസിലൊക്കെ കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. അതുകൊണ്ട് നമ്മളെ കറിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകി. ഇത് കാണുമ്പോഴേ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കൂ. എല്ലാവർക്കും ഇതേ നമ്മുടെ മട്ടയരി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഇത് വന്നോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്കിതേ ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം. അപ്പൊ ഇനി ഒരു അടാറ് റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.